എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2020 ഫിസിക്സ് നീറ്റിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരെ ക്വസ്റ്റ്യനകത്തേക്ക് കിടക്കുന്നു. നമ്മളിവിടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഇയറിലെ ചാപ്റ്റർ വൈസിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലെ ക്വസ്റ്റ്യൻസും അല്ലാതെ ഡിസോർഡറിലല്ല. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ അങ്ങനെ ആ ചാപ്റ്ററിൻ്റെ ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുക. സാധാരണ കേസിൽ ഫസ്റ്റ് ഇയറിൽ നിന്ന് 22 ക്വസ്റ്റ്യൻസും 23 ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ഇയറിൽ നിന്ന് അങ്ങനെയാണ് ടോട്ടൽ 45 ക്വസ്റ്റ്യൻസ് നോർമലി ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് 2020 ക്വസ്റ്റ്യൻസിനകത്ത് 18 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഫസ്റ്റ് ഇയറിൽ നിന്ന് ചോദിച്ചത്. ബാക്കി 27 ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ഇയറിൽ നിന്നാണ് ചോദിച്ചിരിക്കുക. അങ്ങനെ ഒരു വ്യത്യാസം ഈ ക്വസ്റ്റ്യനകത്തുണ്ട്. ശരി, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 9.99 മീറ്റർ മൈനസ് 0.0099 മീറ്റർ. അപ്പോൾ സബ്ട്രാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 9.99 നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 0.0099 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 9.9811 എന്ന് കിട്ടും. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ ആൻസർ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വെച്ചുകൊണ്ടുള്ള റൂൾസ് എന്താണ് പറയുക? ഇൻ അഡീഷൻ ഓഫ് സബ്ട്രാക്ഷൻ റിസൾട്ട് കണ്ടെയ്ൻ മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പാർട്ടാണ്. ഇവിടെ ഫസ്റ്റ് നമ്പറിനകത്തുള്ള ഡെസിമൽ പാർട്ട് 2 ആണ്, രണ്ടാമത്തിനകത്തുള്ള ഡെസിമൽ പാർട്ട് 4 മിനിമം ഡെസിമൽ പാർട്ട് എത്രയാണ്? ഇവിടെ 2. therefore റിസൾട്ട് കണ്ടെയ്ൻ ഓൺലി 2 ഡെസിമൽ പാർട്ട്. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു 9.98 മീറ്റർ. ദാറ്റ് ഈസ് ദിസ് ഈസ് ദ ആൻസർ. ദാറ്റ് ഈസ് ആൻസർ ഈസ് ബി. ഫസ്റ്റത്തെ ആൻസർ ബി ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡയമെൻഷൻസ് ഓഫ് സ്ട്രെസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് ബൈ ഏരിയയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രെസ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ mL(T)-2 ഡിവൈഡഡ് ബൈ L². ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു mL(-1 T)-2. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് സ്ട്രെസ്. therefore ആൻസർ ഈസ് mL(-1 T)-2 എന്ന് പറയുന്നത് ഡി ആണ്. therefore ആൻസർ ഈസ് ഡി. അവിടെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനകത്തേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. A screw gauge has least count of 0.01 millimeter and there are 50 divisions in its circular scale. അപ്പൊ നമുക്ക് ലീസ്റ്റ് കൗണ്ടിന് ഒരു ഇക്വേഷൻ ഉണ്ട്. വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട്? ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിവിഷൻസ് ഇൻ വെർനിയർ. വെർനിയറിനകത്തുണ്ടാകുന്ന ടോട്ടൽ ഡിവിഷൻസ്. ഇവിടെ ലീസ്റ്റ് കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.01 മില്ലിമീറ്റർ ആണ്. പിച്ച് കണ്ടുപിടിക്കണം. മറ്റേടത്ത് 50 ഡിവിഷൻസ് ആണുള്ളത്. സർക്കുലാർ സ്കെയിലിനകത്ത് അല്ലെങ്കിൽ ഹെഡ് സ്കെയിലിനകത്ത് 50 ഡിവിഷൻസ് ആണുള്ളത്. therefore പിച്ച് P is equal to 50 into 0.01 millimeter. That is equal to 0.5 millimeter. This is the answer. therefore answer is 0.5 millimeter. That is answer is C. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് വിത്ത് എ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഇറ്റ് ഹിറ്റ് ദ ഗ്രൗണ്ട് സം ടൈം ആഫ്റ്റർ വിത്ത് എ വെലോസിറ്റി 80 മീറ്റർ പെർ സെക്കൻഡ്. ദ ഹൈറ്റ് ഓഫ് ദ ടവർ എത്രയെന്നാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നൊരു കല്ലിനെടുത്ത് നമ്മൾ താഴേക്ക് എറിയുകയാണ്. അത് ഗ്രൗണ്ടിൽ വന്ന് വീഴുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി v ആണ്, എറിയുന്ന വെലോസിറ്റി u ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്, ഹൈറ്റ് h ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്തായിരിക്കണം? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് 80² ഈസ് ഈക്വൽ ടു 20² പ്ലസ് 2 into 10 into h. ദാറ്റ് ഈസ് 20 h ഈസ് ഈക്വൽ ടു 6400 മൈനസ് 400. ദാറ്റ് ഈസ് ഈക്വൽ ടു 6000. therefore h is equal to 6000 divided by 20. that is equal to 300 meter. this is the answer. therefore answer is 300 meter. that is answer is D. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 പറഞ്ഞിരിക്കുന്നത് 2 bodies of mass 4 kilogram and 6 kilogram are tied to the end of a massless string. the string passes over a pulley which is frictionless. the acceleration of the system in terms of acceleration due to gravity. g യുടെ ടേബിൾ കണ്ടുപിടിക്കുക. g യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല. നമ്മൾ ആ സിസ്റ്റം കണ്ടുപിടിക്കുക. എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇൻ ദിസ് കേസ് 2 പാർട്ടിക്കിൾ സിസ്റ്റം, പുള്ളി പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിലും ആക്സലറേഷൻ a is equal to m1 minus m2 into g.
divided by m1 plus m2. വലിയ മാസമായിരിക്കും താഴേക്ക് മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് m1. ദാറ്റ് ഈസ് 6 minus 4 divided by 6 plus 4 into g. That is equal to 2 divided by 10 into g. That is equal to g divided by 5. Therefore, g by 5 meter per second square. Therefore, answer is C. Clear ആകുന്നുണ്ടല്ലോ? Question next, question number 6th. ആറാമത്തെ question. Find the torque about the origin when a force of 3J Newton acts on a particle whose position vector is 2k kilometer അല്ലേ 2k meter. നമുക്കറിയാം ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ഇൻ വെക്ടർ ഫോം ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു 2k ക്രോസ് 3j. ദാറ്റ് ഈസ് ഈക്വൽ ടു 6k ക്രോസ് j. k ക്രോസ് j ഈസ് ഈക്വൽ ടു മൈനസ് i ആണ്. Therefore ആൻസർ ഈസ് ഈക്വൽ ടു മൈനസ് 6i ന്യൂട്ടൺ മീറ്റർ. ദിസ് ഈസ് ദ ആൻസർ. Therefore ആൻസർ ഈസ് C. ക്ലിയർ ആകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 7. സെവൻത് ക്വസ്റ്റ്യൻ. 2 particles of masses 5 kg and 10 kg respectively are attached to the 2 ends of a rigid rod of length 1 meter with a negligible mass. The center of mass of the system from the 5 kg particle is nearly at a distance of. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് മാസസ് ആണ്. 5 kg 10 kg ആണ് രണ്ട് മാസസ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. സെൻട്രോ മാസ് എപ്പോഴും എവിടെയായിരിക്കും? നിയർ ടു ദ ഹയർ മാസ്, വലിയ മാസിനോട് അടുത്തായിരിക്കും. ഇവിടെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 5 കിലോഗ്രാമിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അതിനെ എക്സ് എന്നെടുക്കുക. therefore remaining 1 minus x. ഇവിടെ സെൻട്രോ മാസിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 5 into x, ദിസ് മാസ് into x is equal to 10 into 1 minus x. therefore 5x is equal to 10 minus 10x. That is 15x is equal to 10 divided by 10. Therefore this is equal to 10. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? x is equal to 10 divided by 15. That is it is equal to 2 by 3 or it is equal to 0.67 meter or it is equal to 67 centimeter. That is center of mass is at a distance of 67 centimeter from 5 kilogram അല്ലെങ്കിൽ 33 meter from 10 kilogram. അപ്പോൾ ഇവിടെ ആൻസർ സി ആണ്, 67 സെന്റിമീറ്റർ ഫ്രം 5 കിലോഗ്രാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ബോഡി വെയ്സ് 72 ന്യൂട്ടൺ അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിൽ, അതായത് mg is equal to 72. ചോദിച്ചിരിക്കുന്നത് എർത്തിന്റെ സർഫസിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഉണ്ടാകുന്ന വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് കണ്ടുപിടിക്കേണ്ടുന്നത് mg ഡാഷ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? mg 72 ആണെങ്കിൽ mg ഡാഷ്, g ഡാഷിന്റെ വാല്യൂ നമ്മൾ അറിയണം. വാട്ട് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h? g ഡാഷ് ഈസ് ഈക്വൽ ടു g ഡിവൈഡഡ് ബൈ 1 plus h by r the whole square. That is equal to here g divided by 1 plus h ന്റെ വാല്യൂ r by 2 ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. therefore answer is equal to g divided by 1 plus 2 by 3 the whole square. That is answer is equal to 9g divided by 2 ആണ് ഇവിടെ. Therefore answer is equal to 4g divided by 9. അതാണ് ഐസൊലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. therefore നമുക്ക് എന്താ പറയുക? mg ഡാഷ് is equal to m into 4g divided by 9. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ mg divided by mg ഡാഷ് is equal to 72 divided by 4g divided by 9. mg യുടെ വാല്യൂ 72 ആണ്. ശരിക്കും ഇങ്ങനെയല്ല, പോട്ടെ, ശരിക്കും ഇങ്ങനെയാണ് എടുക്കേണ്ടത്. 72 is equal to mg and new weight mg dash is equal to m into 4g divided by 9. mg cancel ആയി പോയി കഴിഞ്ഞാൽ this is equal to രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 72 divided by mg dash is equal to 9 divided by 4 or mg dash is equal to 4 into 72 divided by 9. 9 and 72 കൂടെ 8 into 4 is equal to 32 Newton. This is the answer. Therefore answer is equal to B ആണ്, 32 Newton. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ജി ഡാഷ് കണ്ടുപിടിച്ച ശേഷം ആദ്യത്തിന് അന്ന് എമ്മിന്റെ വാല്യൂ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എം എന്ന് പറയുമ്പോഴത്തേക്ക് 72 ഡിവൈഡ് ബൈ ജിയുടെ വാല്യൂ 10 എന്ന് എടുക്കാം. 72 ഡിവൈഡ് ബൈ 10. അതുകൊണ്ട് ജിയുടെ വാല്യൂ കണ്ടുപിടിച്ച് പുതിയ ജി ഡാഷ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല. എന്തായാലും ഇവിടെ ഓർക്കേണ്ടുന്ന കാര്യം,
G dash is equal to G divided by 1 plus H by R the whole square. And you will equation. You will substitute G dash is equal to G into 1 minus 2H by R. This is applicable only for small height. R might compare height equation apply. That is 5 km, 2 km, 10 km height like so വളരെ വലിയ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹൈറ്റ് എത്രയാണ് R/2 അത്രയും ഹൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല അത് ഓർത്തേക്കുക അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 the energy equal to 0.5 gram of a substance energy equal according to mass energy relation by Einstein E is equal to mc square that is it is equal to 0.5 gram 0.5 into 10 raised to minus 3 into c square that is 3 into 10 raised to 8 the whole square that is equal to 0.5 into 9 into 10 raised to 16 that is 10 raised to 30 that is equal to 4.5 into 10 raised to 13 joule that is the answer this is equal to answer is B. Now question number 9 കഴിഞ്ഞു അടുത്ത question number 10 പത്താമത്തെ question അത് യങ്സ് മോഡുലസുമായി റിലേറ്റ് ചെയ്യുന്ന question ആണ് a wire of length L is equal to L area cross section A is hanging from a fixed support. The length of the wire is changed to L1 when a mass M is suspended from the free end. The expression for the Young's modulus. എന്താണ് Young's modulus and equation? Young's modulus Y is equal to force per unit area by change in length divided by original length. ഇവിടെ ഫോഴ്സ് ആയിട്ട് ആരാണ് വരിക നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന വെയിറ്റ് ആണ് ഇതിന്റെ എൻഡിൽ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന മാസ് ആണ് ഇവിടെ ഫോഴ്സ് ആയിട്ട് വരിക ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു mgl divided by a into change in length is equal to L1 minus L because initial length അല്ലായിരുന്നു ആ ലെങ്ത് L1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു അപ്പോൾ ടോട്ടൽ ഇൻക്രീസ് ഇൻ ലെങ്ത് എത്രയാണ് L1 minus L therefore answer is equal to mgl divided by a into L1 minus L therefore answer is D. അടുത്തത് question number 11 a capillary tube of radius R is immersed in water and water rises to a height of h. The mass of the water in the capillary tube is 5 gram. Another capillary tube of radius 2r is immersed in water. The mass of water that will rise in this tube is. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ട സാധാരണ കേസിൽ നമ്മൾ സർഫസ് ടെൻഷൻ കാപ്പിലറി ഹൈറ്റ് അസെന്റ് ഓർ കാപ്പിലറി ഡിസെന്റ് മെർക്കുറി ആണെങ്കിൽ കാപ്പിലറി ഡിസെന്റ് ആയിരിക്കും മെർക്കുറി ലെവലിൽ നിന്ന് താഴേക്ക് പോകും ഇത് മുകളിലേക്ക് പോകും വാട്ടർ ആണെങ്കിൽ മുകളിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഇതിന്റെ കേസിൽ ഈ വാട്ടർ മുകളിലേക്ക് പോകുമ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന പ്രഷർ ഡിഫറൻസ് വെച്ചുകൊണ്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുക പക്ഷെ ഈ മാസിന്റെ കേസ് പറയുകയാണെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം നോക്കുക ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു കാപ്പിലറി ട്യൂബിനെ എടുത്തിട്ട് കാപ്പിലറി ട്യൂബ് ഒരു നാരോ ട്യൂബാണ് പക്ഷെ ഞാൻ ഇവിടെ വലുതാക്കി എടുക്കുന്നത് കാപ്പിലറി ട്യൂബിനെ എടുത്ത് ഞാൻ ഇതിനകത്തേക്ക് ഇമേഴ്സ് ചെയ്യുമ്പോൾ ഇതിന്റെ മിനിസ്കസ് വന്നിട്ട് ഇങ്ങനെ വന്നിട്ടാണ് നിൽക്കുക ചൂടെ ഞാൻ താഴ്ത്തി വരയ്ക്കുന്നു ഇങ്ങനെ വന്നിട്ടാണ് ഇതിന്റെ മിനിസ്കസ് നിൽക്കുക അപ്പൊ ഈ മിനിസ്കസ് ഇങ്ങനെ കർവ്ഡ് ഷേപ്പിൽ നിൽക്കും ഇവിടെ ഇതിന്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം പോലെ ഇതിങ്ങനെ ഇരിക്കും ഒരു ചെറിയ കുഴിഞ്ഞ പാത്രം പോലെ ഇതിന്റെ കേസിൽ നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ആണ് ടാൻജൻഷ്യൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് പറയുന്നത് സർഫസ് ടെൻഷൻ ഇതെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ് അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇത് എത്രയായിരിക്കും തീറ്റ അപ്പോൾ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരായിരിക്കും ടി കോസ് തീറ്റ അതുപോലെ തന്നെ ഈ സൈഡിലും ആക്ട് ചെയ്യുന്ന ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടി കോസ് തീറ്റ ഇത് നമുക്ക് 2 ഡയമെൻഷനിൽ വരയ്ക്കുമ്പോൾ 2 സൈഡ് മാത്രമേ കാണിക്കാൻ പറ്റൂ ഇതുപോലെ എല്ലാ സൈഡിലും ടി കോസ് തീറ്റ ഇങ്ങനെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ടി കോസ് തീറ്റകളെല്ലാം കൂടി ഇത്രയും അതിന്റെ സർക്കംഫറൻസിലൂടെ മൊത്തത്തിൽ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നതാണ് ടി കോസ് തീറ്റകളെല്ലാം കൂടി ആക്ട് ചെയ്യും അങ്ങനെ ആക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ സർഫസ് അവിടെ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു എപ്പോഴും വരെ ഉയർന്നു പോകും ഇവൻ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വളരെ വലിയൊരു ഹൈറ്റിൽ എത്തിച്ചേരുന്നു ആ സമയത്തും മുകളിലേക്ക് ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സും ഇതിന്റെ താഴെ ഇരിക്കുന്ന ലിക്വിഡിന്റെ വെയിറ്റും കൂടി ബാലൻസ് ചെയ്യണം എം ജിയും മുകളിലേക്കുള്ള ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും ശ്രദ്ധിക്കാം യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ടി കോസ് തീറ്റ ഇത്രയും ലെങ്ത് 2π സ്മാൾ ആർ ആണ് 2π ആറിലൂടെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ടി കോസ് തീറ്റ ഇൻറ്റു 2π ആർ ഇങ്ങനെയും സർഫസ് ടെൻഷണൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം ഓർത്തോളാം ദാറ്റ് ഈസ് ഈക്വൽ ടു ബാലൻസ്ഡ് ബൈ എം ജി വെയിറ്റ് ഇൻ ദ ലിക്വിഡ് ഫോം ആ എം ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് സർഫസ് ടെൻഷൻ ഇക്വേഷൻ RHρg ഡിവൈഡ് ബൈ 2 cos θ എന്ന ഇക്വേഷൻ ഇവിടെയും നമുക്ക് ഇങ്ങനെയും ഡിറൈവ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്തായാലും ഓർക്കുക T cos θ × 2πr = mg ആണ്. അതിനകത്ത് നിന്ന് T cos θ കോൺസ്റ്റന്റ്, 2π കോൺസ്റ്റന്റ്, g കോൺസ്റ്റന്റ്. Therefore R is അല്ലെങ്കിൽ m is directly proportional to R. m is directly proportional to R. Therefore പുതിയ മാസ് m dash is directly proportional to R. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ m divided by m dash is equal to 1/2 or m dash is equal to 2m. This is the answer. അപ്പോൾ റേഡിയസ് ഡബിൾ ചെയ്യുമ്പോൾ അതിന്റെ താഴെയുള്ള ലിക്വിഡിന്റെ വെയിറ്റും ഡബിൾ ചെയ്യും അല്ലെങ്കിൽ മാസും ഡബിൾ ചെയ്യും. Therefore answer here is equal to ആദ്യത്തെ മാസ് എത്രയാണ് 5 gram. Therefore new mass is equal to 10 gram. That is answer is C. Next question അകത്തേക്ക് പോവാം. A cylinder contains hydrogen gas at a pressure 249 kilopascal and temperature 27 degrees Celsius. Its density എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കൈനറ്റിക് തിയറി ഗ്യാസിലാണ് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രഷർ P is equal to 1/3 rho c bar square. ഇവിടെ റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റിയാണ്. That is it is equal to, therefore density rho is equal to 3p divided by c bar square. C bar ഒരു ഇക്വേഷൻ ഉണ്ട്. C bar ഇക്വേഷൻ √3RT divided by m ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? This is equal to 3p divided by 3RT divided by m. m അങ്ങ് മുകളിൽ പോകും, 3 കൂടെ ക്യാൻസൽ ആയി. Therefore Pm by RT. That is density D is equal to P. പ്രഷർ എത്രയാണ് പറഞ്ഞിരിക്കുക? 249 kilopascal. That is 10⁻³ into മാസ് എത്രയാണ്? ഹൈഡ്രജന്റെ മാസ് 2 × 10⁻³ That is 2 × 10. The molecular mass of hydrogen is equal to 2 gram. That is 2 × 10⁻³ kilogram. R എത്രയാണ്? 8.3. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ 27 degrees Celsius ആണ്. കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 300. ഇത് ഇത്രയും കൂടെ സോൾവ് ചെയ്താൽ ഒരു ആൻസർ കിട്ടും. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും 0.2 kg/m³ ആയിരിക്കും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 12ന്റെ ആൻസർ ആയി കഴിഞ്ഞു ബി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The mean free path for a gas with molecular diameter d and number density n can be expressed as. നമ്മൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മീൻ ഫ്രീ പാത്ത് ലാംഡ ഈസ് ഈക്വൽ ടു 1/√π(n)d² എന്നാണ് നമ്മൾ സാധാരണ പഠിച്ചു വയ്ക്കുന്നത്. അത് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്ന ആൻസർ. അതാണ് 1/√2 മാത്രമേ ഉള്ളൂ റൂട്ട് ബാധകമാകുക. √2π(n)d², n πd². Therefore answer is B. അതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു വെക്കണം. അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ. അല്ല അതിനകത്ത് പക്ഷെ ഡൈവേർഷൻ വന്നിട്ടുണ്ട്. മീൻ ഫ്രീ പാത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ n ഡയമീറ്റർ ഒക്കെ തന്നിട്ട് അത് കണ്ടുപിടിക്കാനും ചോദിച്ച ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് JEE-ക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The quantities of heat required to rise the temperature of two solid copper spheres of radii R1 and R2. അതിനകത്ത് സെയിം മെറ്റീരിയൽ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. സെയിം മെറ്റീരിയൽ ആണെന്ന് അസ്യൂം ചെയ്യുകയും നമുക്കിവിടെ നിർവാഹമുള്ളൂ. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി Q is equal to mc Δθ. അതും കൈനറ്റിക് തിയറി ഗ്യാസ് നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് വരുന്നതാണ്. ഇവിടെ C Δθ പോയിട്ട് മാസ് തന്നിട്ടില്ല. മാസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോളിയം ഇൻറ്റു ഡെൻസിറ്റി, ദാറ്റ് ഈസ് 4/3πr³ റോ. ഇതാണ് മാസ് ഇൻറ്റു C ഇൻറ്റു Δθ. അവിടെ 4/3π കോൺസ്റ്റന്റ് ആണ്, റോ കോൺസ്റ്റന്റ് ആണ്, C കോൺസ്റ്റന്റ് ആണ്, Δθ. Therefore it is directly proportional to R3. Therefore Q1 divided by Q2 is equal to R1 divided by R2 the whole Q. That is equal to R1 1.5 R2 divided by R2 the whole Q. That is it is equal to 3/2 the whole Q. That is equal to 27 divided by 8. This is the answer, 27/8. ഇപ്പൊ സെയിം മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡെൻസിറ്റി സെയിം എന്ന് എടുക്കാൻ പറ്റൂ, സി സെയിം എന്ന് എടുക്കാൻ പറ്റൂ. അത് നിങ്ങൾ ഓർത്തിരിക്കുക, മറന്നു പോകരുത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15, 15ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ദ ആവറേജ് തെർമൽ എനർജി ഓഫ് എ മോണോ അറ്റോമിക് ഗ്യാസ്. ഒരു സാധാരണ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ടോട്ടൽ എനർജി ഓഫ് എനി മോളിക്യൂൾ ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾസ് ഓഫ് ഹാഫ് kT. അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് എനി മോളിക്യൂൾ ഈസ് ഈക്വലന്റ് ടു ഈ മോളിക്യൂൾ ഈസ് ഷെയർഡ് ബൈ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം പോസസ് ആൻ എനർജി ഓഫ് ഹാഫ് kT. അപ്പോൾ ഓരോ ഒരു മോളിക്യൂളിന്റെ ടോട്ടൽ എനർജിയെ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എല്ലാവരും കൂടെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും. ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ ഹാഫ് kT. അപ്പൊ നമുക്ക് എന്ത് പറയാം?
ഒരു മോണോഅറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ അവന്റെ ടോട്ടൽ എനർജി എത്ര ആയിരിക്കണം? 3 ഇൻറ്റു ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ കേസിലും ഉള്ള എനർജി, ദാറ്റ് ഈസ് ഹാഫ് kT. Therefore answer is equal to 3/2 kT. This is the answer. ഇവിടെ kb എന്ന് എഴുതും, അതായത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആയിരുന്നു. Therefore answer is equal to 3/2 kBT. That is question number 15. Question number 15. അടുത്തത് question number 16. എന്താ പറഞ്ഞിരിക്കുന്നത്? Two cylinders A and B of equal capacity are connected to each other via a stopcock. A contains an ideal gas at standard temperature and pressure. B is completely evacuated. The entire system is thermally insulated. The stopcock is suddenly opened. The process is thermally insulated ആണെങ്കിൽ total temperature remains a constant. Therefore, it is an isothermal process. അവിടെ നമ്മൾ അത് ശ്രദ്ധിക്കണം. Entire system is thermally insulated. അതാണ് അവിടുത്തെ ഹിന്റ് എന്ന് പറയുന്നത്. അടുത്തത് question number 17. The phase difference between displacement and acceleration of a particle in a simple harmonic motion. Simple harmonic motion is displacement y is equal to a sin omega t. Velocity v is equal to a omega cos omega t. And acceleration a is equal to minus omega square a sin omega t. ഇതാണ് 3 ഇക്വേഷൻ. അതിനകത്ത് ഒന്ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ ഒമേഗ ടി, മറ്റേത് കോസ് ഒമേഗ ടി, അടുത്തത് മൈനസ് സൈൻ ഒമേഗ ടി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ സൈൻ ഒമേഗ ടി, കോസ് ഒമേഗ ടി ആൻഡ് സൈൻ ഒമേഗ ടി ആൻഡ് മൈനസ് സൈൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അത് എപ്പോഴും ഓർത്തിരിക്കുക. ഞാൻ നേരത്തെ ഒരു ഗ്രാഫിന്റെ ഒരു ചെറിയ ടോപ്പിക് നമ്മൾ എടുത്തിട്ടുണ്ട്. ബേസിക്സ് ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടോപ്പിക്ക് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. കാണണമെന്നുള്ളവരത് കാണുക. അതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഓരോ സൈനിന്റെയും കോസിന്റെയും മൈനസ് സൈനിന്റെയും മൈനസ് കോസിന്റെയും ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിനകത്ത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറങ്ങുന്നതായിട്ട് കരുതുക. ഇവിടെ സൈൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ കോസ്, ഇവിടെ മൈനസ് സൈൻ, ഇവിടെ മൈനസ് കോസ്. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പറയാം സൈനും കോസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ കോസ് സൈനിനേക്കാൾ 90 ഡിഗ്രി മുമ്പിലാണ്. അതൊക്കെ AC വരയ്ക്കുമ്പോൾ നമുക്കവിടെ ആവശ്യമില്ല. അല്ലെങ്കിൽ സൈൻ കോസിനേക്കാൾ 90 ഡിഗ്രി പുറകെ. കോസിനേക്കാൾ 90 ഡിഗ്രി മുമ്പിലാണ് മൈനസ് സൈൻ. ഇനി നമ്മൾ നോക്കണം സൈനും കോസുമായിട്ട് മൈനസ് സൈനുമായിട്ട് 180 ഡിഗ്രി, കോസും മൈനസ് കോസുമായിട്ട് വീണ്ടും 180 ഡിഗ്രി. അപ്പൊ ഇവിടെ നമുക്ക് ഏത് രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പറയാം? സൈനും കോസും, കോസും മൈനസ് സൈനും, സൈനും മൈനസ് സൈനും മൈനസ് കോസും, മൈനസ് കോസും സൈനും. പിന്നെ കൂടാതെ സൈനും മൈനസ് സൈനും, കോസും മൈനസ് കോസും. ഏത് വേണം പറയാം? ഇവിടെ ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനുമായിട്ടുള്ള ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുക. ഡിസ്പ്ലേസ്മെന്റ് സൈൻ ഒമേഗ ടി, ആക്സിലറേഷൻ മൈനസ് സൈൻ ഒമേഗ ടി. Therefore, phase difference between sin and minus sin is equal to 180 degree ആണ്. Therefore, answer is equal to pi radians ആണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ആ ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് അവിടെയൊക്കെ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അടുത്തത് question number 18. In a guitar, two strings A and B made of same material are slightly out of tune and produces beats of frequency 6 Hz. When tension in B is slightly decreased, the beat frequency increases to 7 Hz. If the frequency of A is 530 Hz, the original frequency of B will be. എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ രണ്ടുപേരുണ്ട്, എയും ബിയും. എയുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 530 ആണ്. ഇവർ തമ്മിൽ 6 ബീറ്റ്സ് ആണ്. അതിന്റെ അർത്ഥം ബിയുടെ ഫ്രീക്വൻസി വരാനുള്ള ചാൻസ് ഒന്നുകിൽ 6 കൂടുതൽ 536, അല്ലെങ്കിൽ 6 കുറവ് 524. ഇതാണ് രണ്ട് ചാൻസ്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ when the tension in B, ബിയുടെ ഫ്രീക്വൻസി ഓഫ് B is equal to 1/2L into root of T divided by mu എന്നാണ്. That is, it is directly proportional root of tension. ടെൻഷൻ കുറയുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ബി കുറയുകയാണ്. ഫ്രീക്വൻസി കുറയുമ്പോൾ ബീറ്റ്സിന്റെ എണ്ണം കൂടണം. ഇപ്പോൾ 6 ആണ്. ഇവിടെ ഫ്രീക്വൻസി കുറഞ്ഞാൽ 535 ആവുമ്പോൾ ബീറ്റ്സിന്റെ എണ്ണം 5 ആയിട്ട് കുറയുകയാണ്. എന്നാൽ ടെൻഷൻ കുറയുമ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞ് 523 ആവുകയാണെങ്കിൽ ഇവിടെ ബീറ്റ്സ് 7 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ പോസിബിലിറ്റി ഏതാണ്? ഇതാണ് ശരി. അതുകൊണ്ട് അവന്റെ ഒറിജിനൽ ഫ്രീക്വൻസി 524 ആണ് കറക്റ്റ് ആൻസർ. 536 വരില്ല. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 18. ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്.
അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19. ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തല്ല ഫസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. 18 ക്വസ്റ്റ്യൻസ് ആയപ്പോൾ ഫസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. 19th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സർട്ടൺ റീജിയൻ ഓഫ് സ്പേസ് വിത്ത് വോളിയം 0.2 meter cube the electric potential is found to be 5 volt throughout. എല്ലായിടത്തും potential remains a constant. The magnitude of electric field in this region is. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും പൊട്ടൻഷ്യലുമായിട്ടുള്ള റിലേഷൻ E is equal to minus dV by dx. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് കാൾഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ V is equal to a കോൺസ്റ്റന്റ് ആണ്. V കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to 0 ബിക്കോസ് V നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എന്തായി പോകും 0. Therefore ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻ ദാറ്റ് റീജിയൻ is equal to 0. ക്ലിയർ ആയല്ലോ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20. A short electric dipole has a dipole moment 6 into 10 minus 9 coulomb meter. The electric potential due to the dipole at a distance 0.6 meter from the center of the dipole situated on a line making an angle of 60 degree. സാധാരണ നമ്മൾ ഡൈപോളിന്റെ കേസിൽ നമ്മൾ നോർമലി പഠിക്കുന്നത് എലോങ് ദ ആക്സിയൽ ലൈനും എലോങ് ദ ഇക്വറ്റോറിയൽ ലൈനുമാണ് നമ്മൾ സാധാരണ കേസിൽ പഠിക്കുക. പക്ഷെ ഇത് ആംഗിൾ തീറ്റ വെച്ചുകൊണ്ടാണ്, അതും പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഡൈപോൾ, ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ ഇവിടെ ഉണ്ടാകുന്ന ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയെന്നാണ്, പൊട്ടൻഷ്യൽ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ V is equal to 1/4πε0 into P cos theta divided by R square. ഇവിടെ that is it is equal to 9 into 10 raised to 9 into P യുടെ വാല്യൂ എത്ര പറഞ്ഞത് 16 into 10 raised to minus 9 into cos theta എത്രയാണ് 1/2 divided by R square. R ന്റെ ആണ് 0.6 മീറ്റർ ആണ്, അതിന്റെ സ്ക്വയർ ആകുമ്പോൾ 0.36. That is answer is equal to നമ്മൾ നോക്കുക 10 raised to 9 ഉം 10 raised to ഇവിടെ minus 9 ആണ്. 9 ഉം 10 raised to minus 9 ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി. ഇത് രണ്ടും കൂടെ 8 വരും. That is equal to 9 into 8 divided by 36 into 10 raised to minus 2. 10 raised to minus 2 മേലേക്ക് പോകുമ്പോൾ 100 ആവും. That is 4. That is equal to 200 volt. This is the answer. That is answer is equal to 200 volt. That is answer is B. Clear? Question number 21 ലേക്ക് വരാം. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 21 പറഞ്ഞിരിക്കുന്നത്? സ്പെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 10 cm has a charge of 3.2 into 10 raised to minus 7 കൂളം ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി. അതിന്റെ എല്ലാ അപ്പൊ സ്പിയറിന്റെ എല്ലാ സ്ഥലത്തും ചാർജിനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു കണ്ടക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഇറ്റ് ഈസ് എ ഡൈഇലക്ട്രിക്. ഡൈഇലക്ട്രിക്കിനെയാണ് നമുക്ക് യൂണിഫോം ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുക. ഇവിടെ നിന്നും 15 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഔട്ട് സൈഡിലുള്ള ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? അപ്പൊ നമുക്ക് എന്താ പറയാ, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഔട്ട്സൈഡ് ഈസ് ഈക്വൽ ടു 1/4πε0 into Q divided by R square. That is 9 into 10 raised to 9 into Q. That is equal to 3.2 into 10 raised to minus 7 divided by R square. R is equal to എത്രയാണ് 15 സെന്റിമീറ്റർ. അതിന്റെ സ്ക്വയർ ആകുമ്പോൾ 225 into 10 raised to minus 4. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കും. ഇതൊക്കെ സോൾവ് ചെയ്യാനുള്ള ടൈം എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എളുപ്പമാണ്, അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് നടക്കും. അത് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അതിന്റെ ആൻസർ ബി ആണ് കൊടുത്തിരിക്കുക. 1.28 into 10 raised to 5 ന്യൂട്ടൺ പെർ കൂളംബ് ആണ് കൊടുത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ആസ് മീഡിയം ഈസ് 6 microfarad. With the introduction of a dielectric medium, the capacitance becomes 30. അപ്പോൾ കപ്പാസിറ്റർ പ്ലേറ്റിനിടയിൽ ഡൈലക്ട്രിക്കിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റി K ടൈംസ് കൂടും. എന്ന് വെച്ചാൽ ആദ്യത്തെ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു എത്രയാണ് 6 മൈക്രോ. ഡൈലക്ട്രിക്കിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ KC ആയിട്ട് മാറും. KC ഈസ് ഈക്വൽ ടു 30 മൈക്രോ. Therefore K ഈസ് ഈക്വൽ ടു 5 ആണ് K യുടെ വാല്യൂ. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ ഇനി ചോദിച്ചിരിക്കുന്നത് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് പെർമിറ്റിവിറ്റി ആണ്. പെർമിറ്റിവിറ്റി എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 K. ദാറ്റ് ഈസ് ഈക്വൽ ടു 8.85 into 10 raised to minus 12 into 5. N5 40, ഏതാണ്ട് 40 സംതിങ് വരണം. into 10 raised to minus 12 വരണം. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഏതാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന 44 വരും. ദാറ്റ് ഈസ് 44 into 10 raised to minus 12 എന്ന് വരും. or it is equal to 0.44 into 10 raised to minus 10 എന്ന് വരും. Therefore answer is equal to C. C ആണ് അതിന്റെ ആൻസർ.
നമുക്ക് ഇത്രയും കൊണ്ട് ഇന്നത്തെ ഈ സെഷൻ നിർത്താം. നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ബാക്കി 23rd മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് 2 വീഡിയോ കൊണ്ട് നമുക്ക് ഒറ്റ വീഡിയോ ആകുമ്പോൾ ലെങ്തി വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. അതിനുശേഷം നമുക്ക് ഇതിന്റെ ബാലൻസ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ബൈ.